അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലിൽ പോയി ചൂണ്ടയിടാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് നൗഫലിക്കയുടെ വീട്ടിലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ തീറ്റയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. തീറ്റ റെഡിയാക്കാനായിട്ട് പുഷ്ടിയുടെ കൂടെ നമ്മൾ മൈദയും ബിസ്ക്കറ്റും എസൻസും അതുപോലെ തന്നെ ബൂസ്റ്റൊക്കെ ഇട്ടിട്ടാണ് ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ തീറ്റ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ തീറ്റയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ നേരെ ഇനി പോകാൻ പോകുന്നത് നമ്മുടെ പള്ളാത്തുരുത്തിയിലേക്കാണ്. അവിടെയാണ് നമ്മളിന്ന് മീൻ പിടിക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് മീൻ പിടിക്കാനായിട്ട് നിൽക്കാൻ പോകുന്ന സ്പോട്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും തന്നെ നൗഫലിക്ക അച്ചും കൂടെ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്യാനുള്ള തിരക്കിലാണ്. ഒരു ഫുള്ള് സെറ്റ് ചൂണ്ട മേടിക്കുന്നതിന് ഏകദേശം ഒരു 5000-6000 രൂപ ആ റേഞ്ച് വരുമെന്നാണ് അവർ പറഞ്ഞത്. ഏതായാലും നമുക്ക് നോക്കാം അതിനുള്ള മുതലുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ നമ്മൾ ചൂണ്ടയിൽ തീറ്റയൊക്കെ കോർത്തിട്ട് കായലിലേക്ക് എറിയാനുള്ള പരിപാടിയാണ്. അങ്ങനെ ചൂണ്ട നമ്മൾ വെള്ളത്തിലേക്ക് എറിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ ഇനി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സൈഡിൽ ചൂണ്ടയുടെ സൈഡിലൊരു ബെല്ലൊക്കെ കൊളുത്തി തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ മീൻ വന്ന് കടിക്കുകയാണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബെല്ല് തൂക്കിയിട്ടിരിക്കുന്നത്. ചൂണ്ടയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. സാധാരണ ഇവിടെ കണ്ടുവരുന്ന ഒരു തൂളി എന്ന് പറയുന്ന ഒരു മീനാണ്. കോമൺ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരു മീനും കൂടെയാണിത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ അടുത്തുനിന്ന് കുറച്ച് മാറിയിട്ട് ഒരു ചേട്ടന് അത്യാവശ്യം വലിയൊരു മീനെ കിട്ടിയിട്ടുണ്ട്. രോഹു എന്ന് പറയുന്ന ഒരു മീനാണ്. ഏകദേശം ഒരു 8 കിലോ അടുത്ത് ഭാരം വരുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 6-7 മണി ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വീട്ടിലേക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മൊത്തം ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിട്ടിയ മീനെയും കൊണ്ട് ഇനി നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 2 കിലോ അടുത്ത് മീൻ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ കടലിലൊന്നും അങ്ങനെ ആരും പോകാത്തതുകൊണ്ട് നമുക്ക് മീനൊന്നും അങ്ങനെ കിട്ടാറില്ല.